ഫ്രാൻസിലെ ഫവേണിയിൽ അഗ്നിബാധയെ അതിജീവിച്ച് വായുവിൽ നിലകൊണ്ട സക്രാരിയുടെ അത്ഭുത കഥയാണ് ഇവിടെ പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രാൻസിലെ ഫവേണിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം തിരുവോസ്തി മാംസമായി മാറുന്നതോ രക്തം പുറപ്പെടുവിക്കുന്നതോ അല്ലായിരുന്നു. പിന്നെയോ ഗുരുത്വാകർഷണ നിയമം ബാധിക്കാത്ത പ്രകൃത്യാതീതമായ ഒന്നായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഗുഡ് സ്ഥാപിച്ച ഒരു മഠത്തിൻ്റെ ചാപ്പലിലാണ് ഈ അത്ഭുതം സംഭവിച്ചത്. ആദ്യകാലത്ത് കന്യാസ്ത്രീകൾ താമസിച്ചിരുന്ന ഈ മഠത്തിൽ അവരെ മാറ്റി സന്യാസിമാർ താമസിക്കുവാൻ തുടങ്ങിയത് 1132-ലാണ്. 1600-ൻ്റെ തുടക്കത്തിൽ മഠത്തിലെ ആധ്യാത്മിക ജീവിതം ആഴപ്പെട്ടതായിരുന്നില്ല. ആശ്രമ സമൂഹമെന്ന് പറയാവുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. 6 സന്യാസിമാരും 2 വിദ്യാർത്ഥികളും മാത്രമായിരുന്നു ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻ്റ് സ്വാധീനത്താൽ ബലഹീനമാക്കപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനായി പെന്തക്കുസ്ത തിരുനാളിൻ്റെയും തുടർന്നുള്ള തിങ്കളാഴ്ച തിരുനാളിൻ്റെയും ആഘോഷത്തിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള പല വാർഷിക ആഘോഷങ്ങളും സന്യാസിമാർ നടത്തിയിരുന്നു. 1608 മെയ് 25-നായിരുന്നു ആ വർഷത്തെ പെന്തക്കുസ്ത ഞായർ. അന്നത്തെ ആരാധനയിൽ ഒരു വലിയ ജനക്കൂട്ടം സംബന്ധിച്ചിരുന്നു. രാത്രിയായപ്പോൾ പള്ളിയുടെ കതകുകളെല്ലാം പൂട്ടി സന്യാസിമാർ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സക്രാരിക്ക് മുമ്പിലായി 2 കെടാവിളക്കുകൾ കത്തിച്ചു വച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് 26 തിങ്കളാഴ്ച, കപ്പ്യാരായ ഡോൺ ഗാർണിയർ കതക് തുറന്നപ്പോൾ കണ്ടത് വളരെ ഭയാനകമായൊരു ദൃശ്യമായിരുന്നു. പള്ളി മുഴുവൻ പുക നിറഞ്ഞ് അൾത്താരയുടെ 4 വശവും നിന്നും തീ ഉയരുന്നു. സന്യാസിമാരെ വിവരമറിയിക്കാൻ അയാൾ മഠത്തിലേക്ക് ഓടി. തങ്ങളുടെ കൊച്ചു ചാപ്പലിനെ സംരക്ഷിക്കാൻ എല്ലാവരും കൂടി ശ്രമം തുടങ്ങി. തീയെല്ലാം അണച്ചു കഴിഞ്ഞപ്പോൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഗുദലോത്ത് എന്ന സന്യാസ വിദ്യാർത്ഥി കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. സക്രാരി വായുവിൽ തൂങ്ങിക്കിടക്കുന്നു. അൾത്താരയുടെ പിറകിലുള്ള ജനാലയിൽ തൊടാതെ ചെറുതായി അങ്ങോട്ട് ചരിഞ്ഞ് അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. ഈ അത്ഭുത വാർത്ത പെട്ടെന്ന് പരന്നു. ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളെയും പുരോഹിതരെയും കൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞു. വെസോളിലുള്ള കപ്പുച്ചിൻ സന്യാസിമാരും കാഴ്ച കാണുവാൻ ഓടിക്കൂടി. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന സക്രാരിക്ക് മുമ്പിൽ പലരും ഭയഭക്തിയോടെ മുട്ടിന്മേൽ നിന്നു. അതേസമയം നിരവധി അവിശ്വാസികൾ അത്ഭുതം നേരിട്ട് പരിശോധിക്കാനായി അടുത്തുകൂടി. ഈ അത്ഭുതത്തിന് സാക്ഷികളാകാൻ എത്തുന്നവരെ സന്യാസികൾ നിയന്ത്രിച്ചില്ല. ആ പ്രദേശത്ത് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി നടന്നു നോക്കാൻ സംശയാലുക്കളെ ആശ്രമാധികാരികൾ അനുവദിക്കുകയും ചെയ്തു. പിറ്റേന്ന് മെയ് 27 ചൊവ്വാഴ്ച വെളുപ്പിന് മുതൽ ചുറ്റുപാടുമുള്ള പുരോഹിതർ മാറി മാറി തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തുടങ്ങി. ഫാദർ നിക്കോളാസ് ഓബ്രി എന്ന വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സക്രാരി അതിൻ്റെ ദിശ കുത്തനെയായി സാവധാനം താഴേക്കിറങ്ങി. തീയിൽ കത്തി നശിച്ചുപോയ അൾത്താരയ്ക്ക് പകരമായി അവിടെ വെച്ചിരുന്ന പുതിയ അൾത്താരയിൽ സക്രാരി സ്ഥാനം പിടിച്ചു. ഇത് വിശ്വാസഗണത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി. സക്രാരി അന്തരീക്ഷത്തിൽ നിലകൊണ്ടത് മൊത്തം 33 മണിക്കൂറായിരുന്നു. മെയ് 31-ന് ആർച്ച് ബിഷപ്പ് ഫെർഡിനാൻഡ് റായ് വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. സന്യാസിമാർ, പുരോഹിതർ, കൃഷിക്കാർ, ഗ്രാമീണർ എന്നിവരിൽ നിന്നുമായി 54 സത്യവാങ്മൂലങ്ങൾ ശേഖരിച്ചു. 2 മാസത്തിനു ശേഷം അന്വേഷണത്തിൽ നിന്നും ലഭിച്ച സത്യവാങ്ങും മറ്റ് രേഖകളും പരിശോധിച്ച ശേഷം 1608 ജൂലൈ 30 ആർച്ച് ബിഷപ്പ് ഈ അത്ഭുതം സ്ഥിരീകരിച്ചു. ഈ അത്ഭുതത്തിൻ്റെ ചില പ്രത്യേക വശങ്ങൾ നാം വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. തീയിൽ വെന്തുപോയത് പ്രധാനമായും അൾത്താരയായിരുന്നു. അതിൻ്റെ കാലുകളൊഴികെ എല്ലാം ഒരു ചാരക്കൂമ്പാരമായി തീർന്നിരുന്നു. അൾത്താരയിലുണ്ടായ വസ്തുക്കളും അൾത്താര തുണികളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. കൂടാതെ അൾത്താരയുടെ ഇരുവശങ്ങളിലുമായി തൂക്കിയിട്ടിരുന്ന 2 അലങ്കൃതമായ ശാഖാവിളക്കുകളിൽ ഒന്ന് ചൂടിൽ ഉരുകിപ്പോയിരുന്നു. അത്രമാത്രം ഈ തീച്ചൂള ഉണ്ടായിട്ടും സക്രാരി കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. സക്രാരിയിൽ ഉണ്ടായിരുന്ന 2 തിരുവോസ്തികൾ അങ്ങനെ തന്നെ അവശേഷിച്ചു. വായുവിൽ തൂങ്ങിക്കിടന്നിരുന്ന സക്രാരി ഇരുമ്പ് ജനാലയുടെ അടുത്തായിരുന്നെങ്കിലും അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ചെറിയ കുരിശ് അതിൽ തൊടാതെ വേണ്ടത്ര അകലം പാലിച്ചിരുന്നു എന്നാണ് പുരോഹിതരടക്കമുള്ള 54 സാക്ഷികൾ തറപ്പിച്ച് മൊഴി നൽകിയത്. സത്യപ്രതിജ്ഞ
ചെയ്ത് മൊഴി നൽകിയ ഈ സാക്ഷികൾ ഒപ്പിട്ട രേഖയും ഇപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തൂങ്ങിക്കിടന്ന സ്ഥലത്തിൻ്റെ നേരെ താഴെയായി അത്ഭുത സ്ഥലം അടയാളപ്പെടുത്തുന്നതിനായി ഒരു മാർബിൾ ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. അത്ഭുതത്തിൻ്റെ സ്ഥലം ആണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഈ അത്ഭുത സക്രാരി ദൗർഭാഗ്യവശാൽ നശിപ്പിക്കപ്പെട്ടു. അത്ഭുതം നടന്ന വർഷമായ 1608 ഡിസംബറിൽ ഈ സക്രാരിയിലെ 2 തിരുവോസ്തികളിൽ ഒരെണ്ണം രാജ്യത്തിൻ്റെ അന്നത്തെ തലസ്ഥാനമായ ഡോളിയിലേക്ക് മാറ്റി. ഫവേണിയിലെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അപകടകാലം തീരുന്നതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്നതിനാൽ തിരുവോസ്തി കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന സക്രാരിയുടെ ഛായാചിത്രങ്ങൾ പകർത്തി പുതിയൊരു സക്രാരി നിർമ്മിക്കപ്പെട്ടു. തൊട്ടടുത്തുള്ള ശാഖവിളക്ക് ഉരുകി ചാമ്പലായി പോകത്തക്കവണ്ണം ശക്തമായ അഗ്നിബാധ അതിജീവിച്ച് 33 മണിക്കൂറുകൾ അന്തരീക്ഷത്തിൽ അത്ഭുതകരമാം വിധം തൂങ്ങിക്കിടന്ന സക്രാരിയിലെ അതേ തിരുവോസ്തി ഈ പുതിയ സക്രാരിയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും മനുഷ്യനെ ദിവ്യബലിയോടുള്ള ആഭിമുഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിലും വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ നിറസാന്നിധ്യത്തെ നാം തിരിച്ചറിയാറുണ്ടോ? ഓരോ തവണയും നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും തിരുവോസ്തിയിൽ സന്നിഹിതനായ യേശുവിനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് വിശ്വസിക്കാറുണ്ടോ? അതോ ദിവ്യബലിയിൽ പങ്കെടുത്തതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നു എന്ന ചിന്തയാണോ നമുക്കുള്ളത്? ഓരോ കത്തോലിക്ക വിശ്വാസിയും ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ട ചിന്തകളാണ് ഇവ.